ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് അനുസരിച്ചുള്ള ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മർദ്ദം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കമൻറ്റുകൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഇടുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററായ മർദ്ദം, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോകും. ഒരു പലക ഇട്ടാൽ വണ്ടി താഴ്ന്നു പോകില്ല. അപ്പോൾ റോഡിൽ നല്ല ചെളിയാണ്. ചെളി ഉണ്ടെങ്കിൽ നമുക്കറിയാം, ചെളി മണ്ണിലോട്ട് വണ്ടിയൊക്കെ പോയാൽ അത് പുതഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു പലക ഇട്ടാൽ മതി എന്നിവിടെ ഒരാൾ പറയുന്നുണ്ട്. എന്തായിരിക്കും ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം? വിവിധ തരം ബലങ്ങളെക്കുറിച്ച് നാം പഠിച്ചതാണല്ലോ. ഭൂമി എല്ലാ വസ്തുക്കളിലും ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി എല്ലാ വസ്തുക്കളിലും എന്താണ്? ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അതാണ് വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വസ്തുവിൻ്റെ ഭാരം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഭൂമി എല്ലാ വസ്തുക്കളിലും ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ബലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരേ ഭാരം വ്യത്യസ്ത രീതിയിൽ പ്രയോഗിക്കപ്പെടുന്നതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ഒരേ ഭാരമാണ്, വ്യത്യസ്ത രീതിയിലാണ് നൽകുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കല്ല് നൂത്ത് വെച്ചിട്ടുണ്ട്, തൂണ് പോലെ ഒരു ഇത്, അതിനെ ഇങ്ങനെ കിടക്കും പോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബെഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, ഒരാൾ ഒരു ബെഡിൽ കിടക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഒരു ഇഷ്ടിക സ്പോഞ്ചിൽ ലംബമായും തിരശ്ചീനമായും വച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഇത് ഇഷ്ടികയാണ്. അപ്പോൾ അത് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു തൂണ് പോലെയുള്ള ഇഷ്ടിക. അപ്പോൾ ഇത് സ്പോഞ്ചിൽ എന്ത് ചെയ്തിരിക്കുന്നു? ലംബമായി വെച്ചിട്ടുണ്ട്, അതുപോലെ തിരശ്ചീനമായും വെച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലും വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയൊരു ബെഡ് പോലെ ഒരു സ്പോഞ്ച് ബെഡിൽ ഒരാൾ ലംബമായിട്ട് നിൽക്കുന്നുണ്ട്, അതുപോലെ കിടക്കുന്നുമുണ്ട് തിരശ്ചീനമായിട്ട്. അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിലും അതിൻ്റെ ഭാരത്തിന് മാറ്റം വരുന്നില്ലല്ലോ. അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിലും അതിനെന്തില്ല? അതിൻ്റെ ഭാരത്തിന് മാറ്റം വരുന്നില്ല. എന്നാൽ സ്പോഞ്ച് താഴുന്നത് ഒരുപോലെയാണോ? അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിലും സ്പോഞ്ച് താഴുന്നതിൽ വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ അത് നേരെ ലംബമായി വെച്ചപ്പോൾ എന്ത്? ആ മധ്യഭാഗം ഒത്തിരി അങ്ങ് താന്നു. പക്ഷേ ആ തിരശ്ചീനമായി വെച്ചപ്പോൾ എന്താണ്? ആ മധ്യഭാഗം അമിതമായിട്ട് താഴ്ന്നിട്ടില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. മെത്തയിൽ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും കുട്ടിയുടെ ഭാരത്തിൽ മാറ്റം വരില്ല. എങ്കിലും നിൽക്കുമ്പോഴല്ലേ മെത്ത കൂടുതൽ താഴുന്നത്? എന്തായിരിക്കും ഇതിന് കാരണം? അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെത്തയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, ആ നിൽക്കുന്ന ഭാഗം കുഴിഞ്ഞിരിക്കുന്നു. കിടക്കുമ്പോൾ എന്താണ്? കുഴപ്പമില്ല, ഒരേപോലെയാണ് തോന്നുന്നത്. ഇനി എന്താണ്? ഇവിടെ ഒരു പ്രവർത്തനമുണ്ട്. നമുക്കെന്താണെന്ന് നോക്കാം. കാർഡ് ബോർഡിൽ ഒരു മുട്ടുസൂചി തറച്ച് ചിത്രത്തിലേതുപോലെ ഒരു ബലൂൺ അതിന് മുകളിൽ വയ്ക്കുക. അപ്പോൾ ഇതൊരു കാർഡ് ബോർഡാണ്. അതിലൊരു മുട്ടുസൂചി തറച്ച്, ഈ ഒരു കാർഡ് ബോർഡിൽ ഒരു മുട്ടുസൂചി തറച്ചിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ വയ്ക്കുക. ഇനി അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയൊരു ഭാരം ബലൂണിന് മുകളിൽ വച്ച് നോക്കൂ. അപ്പോൾ ചിത്രത്തിലേതുപോലെ ഒരു ബലൂൺ അതിന് മുകളിൽ വെക്കണം. എന്നിട്ട് ചെറിയൊരു ഭാരം എന്ത് ചെയ്യണം? ബലൂണിന് മുകളിൽ വച്ച് നോക്കൂ. ബലൂൺ പൊട്ടിപ്പോകുന്നില്ലേ? അപ്പോൾ ബലൂൺ എന്ത് ചെയ്യും? നമ്മൾ മുട്ടുസൂചി തറച്ചിട്ട് ചിത്രത്തിലേതുപോലെ ഒരു ബലൂൺ അതിന് മുകളിലോട്ട് വെച്ചാൽ, ചെറിയൊരു ഭാരം ബലൂണിന് മുകളിൽ കൊടുത്താൽ എന്ത് ചെയ്യും? ബലൂൺ പൊട്ടിപ്പോകും. ബലൂൺ പൊട്ടിപ്പോകുന്നില്ലേ? മുട്ടുസൂചികൾ വളരെ അടുത്ത് തറയ്ക്കുക. ഇതേ ഭാരം ബലൂണിന് മുകളിൽ വയ്ക്കൂ. അതിന് നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? ഒരു നിറച്ച് മുട്ടുസൂചി വെച്ചിരിക്കുന്ന ഒരു പലക, അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു ബലൂൺ ഇതേപോലെ വയ്ക്കണം. എന്നിട്ട് അതേപോലെ ഒരു ഭാരം കൊടുക്കണം. എന്നിട്ട് മുകളിലെ പ്രവർത്തനങ്ങളുടെ നിരീക്ഷണ ഫലം തന്നിരിക്കുന്ന പട്ടികയിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ എങ്ങനെയാ സന്ദർഭം തന്നിട്ടുണ്ട്. സ്പോഞ്ചിൽ ഇഷ്ടിക വയ്ക്കുന്നു. ഒന്നാമത്തെ സന്ദർഭം, സ്പോഞ്ചിൽ ഇഷ്ടിക വയ്ക്കുന്നു. അതിൽ ലംബമായി വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കൂടുന്നു. അപ്പോൾ സമ്പർക്കത്തിലെ പ്രതല പരപ്പളവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു ലംബമായി വയ്ക്കുമ്പോൾ. ഇനി തിരശ്ചീനമായി വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കുറയുന്നു. ഇനി കുട്ടി മെത്തയിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അവിടെ കിടക്കുമ്പോഴോ സമ്പർക്കത്തിൽ വരുന്ന പരപ്പളവ് പ്രതല പരപ്പളവ് കുറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ലംബമായിട്ട് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കൂടും. തിരശ്ചീനമായിട്ടാണെങ്കിൽ അത് കുറയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആണിയുടെ മുകളിൽ ബലൂൺ വയ്ക്കുമ്പോൾ ഒരു ആണി ഉപയോഗിച്ചപ്പോൾ എന്ത് ചെയ്തു? സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് എങ്ങനെയാണ്? കൂടുതലാണ്. ഇനി അതിൻ്റെ പരീക്ഷണ ഫലം എന്താണ്? ഒരാണി വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? അതിലെ പരപ്പളവ് കൂടും. ഇനി അതുപോലെ നമുക്ക് എന്ത് പറയാം? കൂടുതൽ ആണികൾ ഉപയോഗിച്ചപ്പോൾ എന്ത് ചെയ്തു? പരപ്പളവ് കുറയുന്നു. പട്ടിക വിശകലനം ചെയ്യൂ. ഒരേ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ തന്നെ പ്രതല പരപ്പളവ് മാറുമ്പോൾ വ്യത്യസ്ത ഫലങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ പ്രതല പരപ്പളവ് മാറുമ്പോൾ എന്താ പറഞ്ഞത്? വ്യത്യസ്ത ഫലങ്ങൾ കിട്ടുന്നുണ്ട്. മർദ്ദത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണമാകുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഒരേ ബലം തന്നെ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ പ്രതല പരപ്പളവ് മാറുമ്പോൾ അവിടെ എന്ത്? വ്യത്യസ്ത ഫലങ്ങൾ കിട്ടുന്നു. അതിനുള്ള കാരണം എന്താണ്? മർദ്ദത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണമാകുന്നത്. അപ്പം ഇതിന് കാരണമാകുന്നത് മർദ്ദത്തിലുള്ള വ്യത്യാസമാണ്. അപ്പം നമുക്കറിയണം എന്താണ് മർദ്ദം. മർദ്ദം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. അപ്പം യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് മുന്നിലെത്തുന്നത് ഞാനായിരിക്കും, നോക്കിക്കോ. അപ്പോൾ ഇവിടെ ഒരു കോഴിയും താറാക്കുട്ടനും കൂടി പോവുകയാണ്. അപ്പോൾ ഇവർ പറയുന്ന സംഭാഷണമാണ്. എന്താണ്? താറാക്കുട്ടൻ പറയാണ് ഇനി അങ്ങോട്ട് മുന്നിലെത്തുന്നത് ഞാനായിരിക്കും, നോക്കിക്കോ. ഇതുവരെ ഓടിയതിൽ ജയിച്ചത് ഞാനാണ്, ഇനിയും ഞാൻ തന്നെ ജയിക്കുമെന്ന് കോഴിയമ്മയും പറയുന്നുണ്ട്. അപ്പോൾ മത്സരത്തിൽ ആര് ജയിക്കും? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. കാരണം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഇനി അങ്ങോട്ട് എന്താണ്? അതിനുള്ള കാരണം ഇവിടെ തന്നിട്ടുണ്ട്. ഇതുവരെ ഉള്ള സ്ഥലം എന്താണ്? നല്ല പുൽമേട് പോലത്തെ തറയായിരുന്നു, ലാൻഡായിരുന്നു. അപ്പോൾ അവിടെ കോഴിയമ്മയ്ക്ക് നല്ലപോലെ നടന്നു പോകാം. പക്ഷെ ഇനിയുള്ളത് എന്താണ്? വെള്ളക്കെട്ടാണ്, വെള്ളമാണ് ഇനിയുള്ളത്. അപ്പോൾ അവിടെ ജയിക്കാൻ ആർക്കേ കഴിയൂ? താറാവിനെ കഴിയുകയുള്ളൂ. ഇനി നമ്മൾ പറയുന്നത് മർദ്ദം അളക്കാം. എങ്ങനെ മർദ്ദം അളക്കാം എന്ന് നോക്കാം. 2 കോൺക്രീറ്റ് സ്ലാബുകൾ മണലിൽ വച്ചിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കൂ. അപ്പോൾ 2 കോൺക്രീറ്റ് സ്ലാബുകളാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? മണലിൽ വച്ചിരിക്കുകയാണ് 2 കോൺക്രീറ്റ് സ്ലാബുകൾ. അപ്പോൾ ആ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം 1 ഇതേപോലെയും ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ചിത്രം 1 തന്നിരിക്കുന്നത് ഇതേപോലെയും, ചിത്രം 2 എന്ന് പറയുന്നത് അത് തലതിരിച്ച് അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇവ ഓരോന്നും 18 ന്യൂട്ടൺ ഭാരമുള്ള കോൺക്രീറ്റ് ക്യൂബുകൾ ചേർത്ത് വെച്ച് നിർമ്മിച്ചതായി സങ്കല്പിക്കുക. അപ്പോൾ ഇവ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? 18 ന്യൂട്ടൺ ഭാരമുള്ള കോൺക്രീറ്റ് ക്യൂബുകൾ ചേർത്ത് വെച്ച് നിർമ്മിച്ചതായി സങ്കല്പിക്കുക. ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ പരപ്പളവ് 0.36 മീറ്റർ സ്ക്വയർ ആണെന്നും സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിത്രം അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ മണലിൽ അനുഭവപ്പെടുന്ന ബലം. അപ്പോൾ ഇവിടെ മണലിൽ അനുഭവപ്പെടുന്ന ബലം എങ്ങനെയാണ്? സ്ലാബ് 1-ലാണെങ്കിൽ മണലിൽ അനുഭവപ്പെടുന്ന ബലം എങ്ങനെയാണ്? സ്ലാബ് 1-ലാണെങ്കിൽ മണലിൽ അനുഭവപ്പെടുന്ന ബലം പ്രതല പരപ്പളവ് എങ്ങനെയായിരിക്കും?
കുറവായിരിക്കും. അതായത് നീളത്തിന് വെച്ചിരിക്കുന്നതുകൊണ്ട് പ്രതല പരപ്പളവ് കുറവായിരിക്കും. ഇനി പ്രതലം 2-ലാണെങ്കിൽ എങ്ങനെയാണ്? സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് ഇതിൽ ഒന്നാമത്തേതിൽ കുറവായിരിക്കും, രണ്ടാമത്തേലാണെങ്കിലോ കൂടുതലായിരിക്കും. കാരണം നമ്മളൊരു ലംബമായിട്ട് നിൽക്കുന്നത് ആദ്യം നമ്മൾ സ്പോഞ്ചിൽ കണ്ടായിരുന്നു. ഇനി യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം എങ്ങനെയാണ്? യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് സ്ലാബ് 1 എന്തായിരിക്കും? യൂണിറ്റ്, അതായത് നിരത്തി വെച്ചിരിക്കുകയല്ലേ കട്ടകൾ, അവിടെ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം കൂടുതലായിരിക്കും. സ്ലാബ് 2 യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം കുറവായിരിക്കും. സ്ലാബിൻ്റെ ഭാരമാണല്ലോ മണലിൽ ലംബമായി അനുഭവപ്പെടുന്നത്. ഇതിനെ വ്യാപക മർദ്ദം എന്ന് പറയുന്നു. അപ്പം മണലിൽ ലംബമായി അനുഭവപ്പെടുന്നത് എന്താണ്? ആ ഒരു സ്ലാബിൻ്റെ ഭാരമാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് വ്യാപക മർദ്ദം. അപ്പോൾ എന്താണ് വ്യാപക മർദ്ദം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ, അപ്പോൾ ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ ഇവിടെ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ഈ ഒരു ബലം എന്താണ്? ലംബമായിട്ട് അനുഭവപ്പെടുന്ന ബലമാണ്. ഈ ഒരു ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലവും നാം കണ്ടെത്തി. ഇതാണ് മർദ്ദം. അപ്പോൾ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്. ഇനി ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? വ്യാപക മർദ്ദം എന്ന് പറഞ്ഞു. ഇതൊക്കെ കാണാതെ പഠിച്ച് വെക്കുക. ഇനി മർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? മർദ്ദം എന്ന് പറയുന്നത് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് മർദ്ദം എന്ന് പറയുന്നത്. മർദ്ദത്തിന് ഒരു സമവാക്യം എഴുതി നോക്കാം. ഇനി മർദ്ദത്തിന് ഒരു സമവാക്യമുണ്ട്, അതെന്താണെന്ന് നോക്കാം. മർദ്ദത്തെ P എന്നും വ്യാപക മർദ്ദത്തെ F എന്നും പരപ്പളവിനെ A എന്നും സൂചിപ്പിച്ചാൽ, അപ്പം ഇവിടെ നമ്മൾ മർദ്ദത്തെ P എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും, വ്യാപക മർദ്ദത്തെ F എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും, അതുപോലെ പരപ്പളവിനെ A എന്നും സൂചിപ്പിച്ചാൽ മർദ്ദം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വ്യാപക മർദ്ദം ഭാഗം പരപ്പളവ് P=F/A എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് വ്യാപക മർദ്ദം ഭാഗം പരപ്പളവ്, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇനി മർദ്ദത്തിനൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് എന്തായിരിക്കും? മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മർദ്ദത്തിൻ്റെ യൂണിറ്റ് വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഭാഗം പരപ്പളവിൻ്റെ യൂണിറ്റ്. അപ്പോൾ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഭാഗം പരപ്പളവിൻ്റെ യൂണിറ്റാണ് നമ്മുടെ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് ഉണ്ട്. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? പാസ്കൽ ആണ്. അപ്പം മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് ആണ് പാസ്കൽ. ഒരു പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു പാസ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാസ്കൽ എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒരു പാസ്കൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. എങ്കിൽ മുകളിലെ സ്ലാബുകൾ മണലിൽ പ്രയോഗിക്കുന്ന മർദ്ദം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. സ്ലാബ് 1 പ്രയോഗിക്കുന്ന മർദ്ദം. അപ്പോൾ സ്ലാബ് 1-ലാണെങ്കിൽ എങ്ങനെയായിരിക്കും? സ്ലാബ് 1-ൽ അവിടെ ഒരു വ്യാപക മർദ്ദമാണല്ലോ പ്രയോഗിക്കുന്നത്. വ്യാപക മർദ്ദം, ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ നമ്മൾ വ്യാപക മർദ്ദം എന്ന് പറഞ്ഞു. അതുപോലെ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ സ്ലാബ് 1-ൽ ഉള്ളത് മർദ്ദവും സ്ലാബ് 2-ൽ ഉള്ളത് വ്യാപക മർദ്ദവും ആയിരിക്കും. മറ്റൊരു സന്ദർഭം വിശകലനം ചെയ്യാം. ഒരു കോൺക്രീറ്റ് കട്ട മണലിൽ ചിത്രത്തിലുള്ളതുപോലെ 3 വ്യത്യസ്ത രീതിയിൽ വച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കോൺക്രീറ്റ് കട്ട തന്നിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് കട്ട എന്ത് ചെയ്തിരിക്കുന്നു? 3 വ്യത്യസ്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി
ഏത് രീതിയിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ മർദ്ദം മണലിൽ അനുഭവപ്പെടുന്നത്? അപ്പോൾ ഏത് രീതിയിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ മർദ്ദം മണലിൽ അനുഭവപ്പെടുന്നത്? അപ്പം നമുക്കറിയാം, കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് ഇത് ലംബമായിട്ട് വെക്കുമ്പോഴാണ് കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത്. ഇനി ഏത് രീതിയിൽ വയ്ക്കുമ്പോഴായിരിക്കും കോൺക്രീറ്റ് കട്ട മണലിലേക്ക് കൂടുതൽ താഴുന്നത്? എന്തുകൊണ്ട്? അപ്പോൾ കൂടുതൽ താഴുന്നതും എന്തുകൊണ്ടാണ്? മണലിൽ ഇങ്ങനെ ലംബമായി വെക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ലംബമായിട്ടാവുമ്പോൾ മണലിൽ എന്ത് ചെയ്യുന്നു? താഴോട്ട് പോകുന്ന ആ ഒരു പ്രതലത്തിലോട്ട് ബലം കൊടുക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞത് വേറൊന്നുമല്ല, വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു. പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുകയും പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കുമെന്നാണ് നമ്മൾ പഠിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, പ്രതല പരപ്പളവ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? മർദ്ദം കൂടുകയും ചെയ്യും. പലകയിട്ടാൽ വണ്ടി ചളിയിൽ താഴ്ന്നു പോകില്ല എന്ന് ഡ്രൈവർ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ പ്രതല പരപ്പളവ് കൂടിയാൽ എന്ത് സംഭവിക്കും? അവിടെ മർദ്ദം കുറയും. അവിടെ എന്ത് ചെയ്യും? പ്രതല പരപ്പളവ് കുറഞ്ഞാൽ എന്ത് കൂടും? മർദ്ദം കൂടും. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ സ്കൂൾ ബാഗ് ഒരു നേർത്ത ചരടിൽ കെട്ടി ഉയർത്താൻ ശ്രമിക്കുക. എന്ത് അനുഭവപ്പെടുന്നു? ചരടിന് പകരം ചിത്രത്തിലേതുപോലെ വീതി കൂടിയ നാട ഉപയോഗിച്ച് ഉയർത്തിയാലോ? അനുഭവപ്പെട്ട വ്യത്യാസത്തിൻ്റെ കാരണം പരപ്പളവും മർദ്ദവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കാമോ? അപ്പം നമ്മളിവിടെ പറഞ്ഞത് ഇതേപോലെയാണ് സ്കൂൾ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? അവിടെ മർദ്ദവും പരപ്പളവും എങ്ങനെയായിരിക്കും? അവിടെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയും. പരപ്പളവ് കുറഞ്ഞാൽ എന്താണ്? അവിടെ മർദ്ദം എന്ത് ചെയ്യും? കൂടും. അതാണ് ഇവിടെ വരുന്നത്. പരപ്പളവ് കൂടിയാൽ മർദ്ദം കുറയും, പരപ്പളവ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? മർദ്ദം കുറയും. അതുകൊണ്ടാണ് ഒരു നൂല് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ മർദ്ദം കൂടുന്നത്. പരപ്പളവ് കൂടുമ്പോൾ അവിടെ മർദ്ദം കുറവായിരിക്കും. ഇതുപോലെ ചിത്രത്തിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങൾക്ക് കാരണം കണ്ടെത്തൂ. കൂടുതൽ സന്ദർഭങ്ങളും കാരണങ്ങളും എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കത്തി വെച്ചിട്ട് ആപ്പിൾ കട്ട് ചെയ്യുന്നു. ഒരു കത്തി വെച്ച് ആപ്പിൾ കട്ട് ചെയ്യുന്നു. ഇനി അതുപോലെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു JCB, ഒരു ട്രാക്ടർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവിടെ അതിൻ്റെ വീല് കണ്ടോ? അത് ഇങ്ങനെ തറയിൽ ഇട്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടെ എന്താണ്? അതുപോലെ ഒരാൾ മേശമേൽ ഇങ്ങനെ ആണിയുടെ പുറത്ത് കിടക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നിറച്ച ആണി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുപ്പിച്ചില്ലോ ആണിയോ എന്തോ ആണ് അവിടെ വെച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ഇത് എന്താണ്? ഇവിടെ പരപ്പളവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കുറയും? പരപ്പളവ് കൂടിയാൽ അവിടെ മർദ്ദം കുറയും. ഇവിടെയും അതുപോലെയാണ്. പരപ്പളവ് JCB അല്ലെങ്കിൽ ഹിറ്റാച്ചിയുടെ പരപ്പളവ് കൂടുതലാണ്. പരപ്പളവ് കൂടുമ്പോൾ അവിടെ എന്ത് കുറയും? മർദ്ദം കുറയും. ഇവിടെയും നമ്മൾ നല്ല വീതിയുള്ള ഒരു കത്തി വെച്ചാണ് ആപ്പിൾ കട്ട് ചെയ്യുന്നത്. അവിടെയും എന്താണ്? ഇവിടെ എന്താണ്? നമ്മുടെ പരപ്പളവ് കൂടുമ്പോൾ അവിടെ എന്ത് കുറയും? മർദ്ദം കുറയും. അല്ലെങ്കിൽ പരപ്പളവ് കുറഞ്ഞാൽ അവിടെ മർദ്ദം കൂടും. അങ്ങനെ നമുക്ക് പറയാം. ഇനി കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നു. അപ്പോൾ കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്കറിയാം അവിടെ മർദ്ദം കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഇവിടെ പ്രതല പരപ്പളവ് കുറവാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? മർദ്ദം കൂടും. അതുകൊണ്ട് കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നു.
മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്തിനാണ്? അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, പ്രതലബലം കൂടുമ്പോൾ മർദ്ദം എന്ത് ചെയ്യും? കുറയും. അതുപോലെയാണ് നമ്മൾ വെള്ളാണിയുടെ മുകളിൽ കിടക്കുന്ന ഒരാളിനെ കണ്ടത്. ഒരാണിയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ പൊത്തു കയറുമല്ലേ, വേദന എടുക്കും, കൂടുതൽ കിടക്കാൻ പറ്റത്തില്ല. ഇനി അതുപോലെയാണ് ഇവിടെ പ്രതല പരപ്പളവ് കൂടുതലായതുകൊണ്ട് എന്താണ്, മർദ്ദം കുറവായിരിക്കും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്രാവക മർദ്ദത്തെക്കുറിച്ചാണ്. എന്താണ് ദ്രാവക മർദ്ദം എന്ന് നമുക്ക് നോക്കാം. ഖരപദാർത്ഥങ്ങൾ മാത്രമാണോ മർദ്ദം പ്രയോഗിക്കുന്നത്? അപ്പൊ ഖരപദാർത്ഥങ്ങൾ മാത്രമല്ല മർദ്ദം പ്രയോഗിക്കുന്നത്, ദ്രാവകങ്ങളും വാതകങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന പ്രവർത്തനം ചെയ്തു നോക്കൂ. ഒരു പോളിത്തീൻ കവർ ചിത്രത്തിലേതുപോലെ കയ്യിൽ മുറുക്കി കെട്ടുക. അപ്പോൾ ഒരു പോളിത്തീൻ കവർ എടുത്ത് അത് ചിത്രത്തിലേതുപോലെ എന്ത് ചെയ്യുക? കയ്യിൽ മുറുക്കി കെട്ടുക. കൈ ഒരു ബക്കറ്റിലെ ജലത്തിലേക്ക് താഴ്ത്തുക. കവർ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലേ? ഇവിടെ പോളിത്തീൻ കവറിനെ അമർത്തിയത് ജലം പ്രയോഗിച്ച മർദ്ദമല്ലേ? അപ്പം നമ്മളിവിടെ എന്താ ചെയ്തത്? ഒരു പോളിത്തീൻ കവർ എടുത്തിട്ട് ചിത്രത്തിലുള്ളത് പോലെ നമ്മൾ അതിനെ കയ്യിൽ മുറുക്കി കെട്ടി ആ ഒരു കൈ ബക്കറ്റിലെ ജലത്തിലേക്ക് താഴ്ത്തി. കവർ കയ്യിൽ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും? കവർ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇവിടെ പോളിത്തീൻ കവറിനെ അമർത്തിയത് ജലം പ്രയോഗിച്ച മർദ്ദമാണ്. ഇനി ഖരവസ്തുക്കളെ പോലെ ദ്രാവകങ്ങൾക്കും മർദ്ദം പ്രയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഖരവസ്തുക്കളെ പോലെ തന്നെ ആർക്കും മർദ്ദം പ്രയോഗിക്കാൻ സാധിക്കും, ദ്രാവകങ്ങൾക്കും മർദ്ദം പ്രയോഗിക്കാൻ സാധിക്കും. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദ്രാവകങ്ങൾ എന്ത് ചെയ്യുന്നു? ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ഒരു ദ്രാവകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് അതിൻ്റെ വ്യാപക മർദ്ദം. അപ്പോൾ ഒരു ദ്രാവകം നമ്മൾ എന്ത് ചെയ്യുന്നു? ലംബമായി പ്രയോഗിക്കുന്ന ബലം. അപ്പോൾ ദ്രാവകം നമ്മൾ നേരെ ലംബമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുന്ന ബലം, അതിനെയാണ് നമ്മൾ അതിൻ്റെ വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രാവക മർദ്ദത്തെക്കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ദ്രാവകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് അതിൻ്റെ വ്യാപക മർദ്ദം എന്ന് പഠിച്ചു. ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം എന്ന് നമ്മൾ പഠിച്ചു. ദ്രാവക മർദ്ദം എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? അപ്പോൾ ഈ ദ്രാവക മർദ്ദം എന്ന് പറയുന്നത് എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? നമ്മൾ പറഞ്ഞു എന്താണ്? ദ്രാവക മർദ്ദം ആശ്രയിച്ചിരിക്കുന്നത് ഏതിനൊക്കെയാണ്? അപ്പോൾ ദ്രാവകമർദ്ദം എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിക്കുന്നു? ദ്രാവകമർദ്ദം ബലം, മർദ്ദം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ഒരു പരീക്ഷണമാണ്, ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരു സുഷിരം ഉണ്ടാക്കൂ. സുഷിരം അടച്ചു പിടിച്ച് കുപ്പിയിൽ ജലം നിറയ്ക്കുക. സുഷിരം തുറന്നു വിട്ട് പുറത്തേക്ക് ചീറ്റുന്ന ജലപ്രവാഹം നിരീക്ഷിക്കുക. അപ്പോൾ വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കുപ്പികൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കുക. പുറത്തേക്ക് ചീറ്റുന്ന ജലപ്രവാഹത്തിൻ്റെ ശക്തി കൂടുതലെങ്കിൽ മർദ്ദവും കൂടുതലായിരിക്കില്ലേ?
അപ്പോൾ ആ പരീക്ഷണം ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിന് കാരണം നിരീക്ഷിക്കാൻ കഴിയും. ജലത്തിന് പകരം ഉപ്പ് ലായനി ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കുക. ഈർക്കിൽ കൂടുതൽ തിരിയുന്നതിന് കാരണം എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ വ്യത്യസ്ത സാന്ദ്രതയുള്ള ദ്രാവകങ്ങളാണ് ജലവും ഉപ്പ് ലായനിയും. അപ്പോൾ വ്യത്യസ്ത സാന്ദ്രതയുള്ള ദ്രാവകങ്ങളാണ് ജലവും ഉപ്പ് ലായനിയും എന്ന് പറഞ്ഞു. ഉപ്പ് ലായനിക്ക് ജലത്തിനേക്കാൾ സാന്ദ്രതയുണ്ട്. അപ്പോൾ ജലത്തിനാണോ ഉപ്പിനാണോ സാന്ദ്രത കൂടുതൽ എന്ന് ചോദിച്ചാൽ ഉപ്പ് ലായനിക്കാണ് സാന്ദ്രത കൂടുതൽ. ഉപ്പ് ലായനിക്ക് ജലത്തിനേക്കാൾ സാന്ദ്രതയുണ്ട്. അതാണ് പിസ്റ്റൺ കൂടുതൽ ചലിക്കാനും ഈർക്കിൽ കൂടുതൽ തിരിയാനും കാരണമായത്. അപ്പം നേരത്തെ ആ രണ്ട് പരീക്ഷണം, ഒന്ന് ജലത്തിലും ഒന്ന് ഉപ്പ് ലായനിയിലും നമ്മൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ ഉപ്പ് ലായനിയിൽ പിസ്റ്റൺ കൂടുതൽ ചലിക്കുന്നു, ഈർക്കിൽ കൂടുതൽ തിരിയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ദ്രാവകത്തിൻ്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ദ്രാവകത്തിൻ്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ദ്രാവകത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദവും വർദ്ധിക്കും. അപ്പോൾ ദ്രാവകത്തിൻ്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ദ്രാവകത്തിൻ്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മർദ്ദവും വർദ്ധിക്കും. ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമ്മൾ ചെയ്ത പരീക്ഷണങ്ങളുടെ അനുഭവത്തിൽ ലിസ്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ദ്രാവക രൂപത്തിൻ്റെ ഉയരം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത, ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. അപ്പോൾ മർദ്ദമാപിനി എന്താണ്? മർദ്ദമാപിനിയുടെ പ്രത്യേകത ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. ഇനി ഒരു മർദ്ദമാപിനി നിർമ്മിക്കുന്ന കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കളൊക്കെ ഇവിടെ തന്നിട്ടുമുണ്ട്. അപ്പോൾ അത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും നമ്മൾ അവസാനിപ്പിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്